വാങ്ങിച്ച പടക്കം ഒന്ന് പൊട്ടിക്കണം, ഇല്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. എന്നാൽ നീ അകത്ത് വെച്ച് തന്നെ ഒരെണ്ണം പൊട്ടിച്ചോളം പറഞ്ഞ അനുവാദം നൽകി കേട്ടോ. ഇന്ന് എല്ലാവരും വെളിയിലുണ്ട്, കാരണം ഇന്ന് കർവാചൗത്താണ്. ചന്ദ്രനെ നോക്കിയിരിക്കുക, ഇതുവരെ പുള്ളി വന്നിട്ടില്ല. ഇന്ന് ഡിമാൻഡ് കൂടുതലാണ് പുള്ളിക്ക്. പൂർണ്ണചന്ദ്രനെ കണ്ടിട്ട് ശേഷമേ ഇവിടുത്തെ സ്ത്രീകൾ വ്രതം മുറിച്ച് കർവാചൗത്ത് ആദരിക്കുള്ളൂ. ഞാനൊരു കട്ടൻ കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ചന്ദ്രൻ വന്നില്ല. ഇനി വെളിയിലിരുന്ന തണുപ്പ് കൂടിക്കൂടി വരും. ഒക്ടോബർ ആയതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഗുജറാത്തിലാണ്, എന്തോ നേരത്തെ തണുപ്പ് വരുന്നപോലെ. അപ്പോൾ അകത്ത് വന്നപ്പോഴാണ് നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയത്. എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചന്ദ്രൻ വന്നേന്ന് പറഞ്ഞ് വിളിച്ച് സന്തോഷത്തോടെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ വ്രതം മുറിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും സ്ത്രീകൾക്ക്. അപ്പം നമ്മളിങ്ങനെ വട്ടത്തിലൂടെ ചന്ദ്രനെയും പൂർണ്ണചന്ദ്രനെയും അവരുടെ ഭർത്താവിൻ്റെ മുഖവും നോക്കി, ഭർത്താവ് ഇവർക്ക് കുറച്ച് വെള്ളമൊക്കെ നൽകി വ്രതം അവസാനിപ്പിച്ചിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുക കേട്ടോ. ഒളി ക്യാമറ വെച്ച് നിന്നും കരുതണ്ട, നമ്മൾ കുറേ നേരം വെളിയിൽ വെയിറ്റ് ചെയ്ത് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷേ ചന്ദ്രൻ ചതിച്ചു, താമസിച്ചേ വന്നുള്ളൂ. എല്ലാ വർഷവും ഉള്ളതാണ്. നോക്കിയിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ. നമ്മുടെ നാട്ടിൽ ഈ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു രസമായിരുന്നല്ലേ കാണാൻ. നമ്മൾ ഈ പുതിയ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് നമുക്കും ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.